അസ്സാം വലൈക്കും വറഹമത്തുള്ള. മൂപ്പർക്ക് കുറേ നന്മകൾക്ക് അവസരമുണ്ട്, എനിക്കില്ല. പ്രബോധനം കൂട്ടായ്മ ദമ്പതികളോട് സ്നേഹപൂർവ്വം. ഈ ഒരു സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡ് നമ്മൾ എയർ ചെയ്തതിന് ശേഷം ധാരാളം ചോദ്യങ്ങൾ, സംശയങ്ങൾ, കമൻറ്റുകൾ നമുക്ക് റേഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. താജുക്ക, ഈ ഒരു എപ്പിസോഡ് ധാരാളം സ്ത്രീകൾക്കും ധാരാളം പുരുഷന്മാർക്കും കുറേയധികം കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ ഒരു എപ്പിസോഡാണ്. അൽഹംദുലില്ലാ. അതിൽ പ്രബോധനവുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒരു സ്ത്രീക്ക് ആ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം, ഒരു സ്ത്രീക്ക് ധാരാളം അവസരങ്ങൾ ഭർത്താവിന് ലഭിക്കുന്നു, പക്ഷേ എനിക്ക് അത്തരം അവസരങ്ങളൊന്നും കിട്ടില്ലല്ലോ, അദ്ദേഹം പോകുന്ന സ്വർഗത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ലല്ലോ എന്നൊരു സ്ത്രീയുടെ ആശങ്കയാണ് നമ്മൾ ആ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. അതിൽ പ്രധാനമായി പ്രബോധനം എന്നതൊരു നിർബന്ധമായ ബാധ്യതയാണ്, വ്യക്തിബാധ്യതയാണ്. അതുകൊണ്ടുള്ള നേട്ടങ്ങൾ, അത് നിർവഹിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. തീർച്ചയായും അത് ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഒരു വന്ന ഏതാനും ചില ചോദ്യങ്ങളുടെ ചുരുക്കം ഞാൻ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ ആ ഒരു ഭാര്യ ഭർത്താവിനോടൊപ്പം ഞാൻ എത്തുന്നില്ല എന്നൊരാശങ്കയാണ് പ്രകടിപ്പിച്ചതെങ്കിൽ, ചില ഭർത്താക്കന്മാരുടെ ആശങ്ക, എന്നെ ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഭാര്യ സമ്മതിക്കുന്നില്ല, കുറേ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്, മുഖം കറുപ്പിക്കുകയാണ്, വരുമ്പോൾ ചില ഡയലോഗുകൾ പറയുകയാണ്, ചില സമയത്ത് പിണങ്ങുകയാണ്, അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങൾ ഭർത്താക്കന്മാർക്ക് പറയാനുണ്ട്. അത്തരം ഭർത്താക്കന്മാരോടാണോ നമ്മൾ പറയേണ്ടത്, ഭാര്യമാരോടാണോ നമ്മൾ പറയേണ്ടത്? ഇത് എൻ്റെ അഭിപ്രായം, ഇതിൽ തുല്യ ഉത്തരവാദിത്തം പരാതി പറയുന്ന ഭർത്താക്കന്മാർക്കും ഉണ്ട് എന്നാണ്. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ഭാര്യയെ കണ്ടല്ലോ, എൻ്റെ ഭർത്താവ് ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഭർത്താവിന് കുറേ അവസരങ്ങളുണ്ട്, എനിക്ക് അവസരങ്ങളില്ല എന്നാണ് ആ സഹോദരി പറയാൻ ശ്രമിച്ചത്. ഇവിടെ ഈ ഭർത്താവ് പറയണത്, ഇപ്പോൾ ചോദ്യത്തിൽ നമ്മൾ കണ്ടത്, എന്നെ അവൾ സമ്മതിക്കണില്ല, ഞാൻ പോകുമ്പോൾ വളരെ നെഗറ്റീവാണ്, തിരിച്ചു വരുമ്പോൾ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണെന്നൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കമൻറ്റ്. അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാന വിഷയം, പൊതുവേ നമ്മുടെ സഹോദരിമാരൊക്കെ ദീനിയായ കാര്യങ്ങൾക്കൊന്നും എതിരല്ലാരും. ആളുകളുടെ ദീന് ഉൾക്കൊണ്ടതിനും മനസ്സിലാക്കിയതിനൊക്കെ ഏറ്റ വ്യത്യാസങ്ങളുണ്ടാകും. എന്നാൽ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളുന്നതും സ്വീകരിക്കുന്നതും പൊതുവെ സ്ത്രീകളാണ്. അതുപോലെ ലോകത്തെ മൊത്തം ഇസ്ലാം സ്വീകരണങ്ങളും ഇസ്ലാമിൻ്റെ വേഗതയും സ്വീകരണ രംഗത്തെ വേഗതയൊക്കെ എടുത്താൽ അത് ക്ലിയറാണ്. 3-4 കാര്യങ്ങൾ നമുക്ക് പറയാം. ഇനി ചില ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും ബോധ്യപ്പെടാത്ത സ്ത്രീകളും ഉണ്ടാകാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങളുടെ ഭർത്താവ് നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം, ഇത് നിങ്ങൾക്കിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ നിസ്കരിക്കാനേ നേരമുള്ളൂ. ഒരു സ്ത്രീക്ക് തോന്നുകയാണ്, മൂപ്പര് അസറിന് മുമ്പ് വന്ന് പോയി അസർ നിസ്കരിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പോയി കണ്ട് മൂപ്പര് മഗ്‌രിബ് നിസ്കരിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഇശ നിസ്കരിച്ചു, ഇതിൻ്റെയൊക്കെ കൂടെ അതിൻ്റെ സുന്നത്തൊക്കെ നിസ്കരിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് മാത്രമേ നിസ്കാരമുള്ളൂ എന്നൊരു ഭാര്യ ചിന്തിക്കുന്നത് പോലെയാണ് പല കാര്യങ്ങളിലും, എല്ലാ കാര്യമല്ല, ദഅവത്തിലെ പല കാര്യങ്ങളിലും അവരുടെ ഭർത്താവിനുണ്ടാകുക. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ദഅവത്ത് എന്ന് പറയുന്നതിന് 2 തലമുണ്ട്. ഒന്ന് ഫർള് ഐനാണ്, 2 ഫർള് കിഫായാണ്. ഒരു വ്യക്തി അയാൾ മാത്രം ചെയ്താൽ മാത്രം അയാൾ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും പുണ്യം ലഭിക്കുന്നതുമായ കുറേ കാര്യങ്ങളുണ്ടാകും, കുറേ വ്യക്തികളുണ്ടാകും, വ്യക്തികളുണ്ടാകും. കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അയാളുടെ കഴിവ്, അയാളുടെ സമയം, അയാളുടെ സമ്പത്ത്, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും വരിക. വ്യക്തികൾ എന്ന് പറയുന്നത് അയാളുടെ ഭാര്യ, കുടുംബം, ബന്ധുക്കൾ, മാതാപിതാക്കളൊക്കെ അടങ്ങുന്നൊരു ഇതായിരിക്കും. പിന്നെ ഫർള് കിഫായകളുണ്ടാകും. അയാൾക്ക് നേരിട്ട് അതിൽ ഉത്തരവാദിത്തം ഉണ്ടാവില്ല, പക്ഷേ സമൂഹത്തിലെ പലരാൽ നിർവഹിക്കപ്പെട്ടു പോകേണ്ടതായിരിക്കും. അത് നിർവഹിക്കപ്പെടാൻ ആവശ്യമായ സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫർളാണിത്. ആ ഫർള് ഭാര്യ ഇങ്ങനെ അസംതൃപ്തിപ്പെടുന്നത് കൊണ്ട് അയാൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും മനപ്പാടുള്ള സൂറത്താണ് സൂറത്തുൽ അസ്ർ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുന്ന സൂറത്ത് ഒരു വ്യക്തിയുടെ സ്വർഗപ്രവേശനത്തിൻ്റെ 4 മാനദണ്ഡങ്ങൾ പറഞ്ഞതിൽ ഒന്ന് വിശ്വാസമാണ്, ശുദ്ധമായ വിശ്വാസം ഉണ്ടാകുക. 2 കൃത്യമായ വ്യക്തമായ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച അമലു സ്വാലിഹാത്ത് ഉണ്ടാവുക. 3 ഒരു വ്യക്തി അയാൾ അറിഞ്ഞ സത്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുക. 4 അതിൻ്റെ പേരിലുണ്ടാകുന്ന വിഷമങ്ങൾ ക്ഷമിക്കുക. വതവാസോ ബിൽ ഹഖ് വതവാസോ ബിസ്സബർ എന്നതാണ് ആ അവസാനത്തെ 2 പോയിൻ്റ്.
അപ്പം ഒരു വ്യക്തിയുടെ സ്വർഗപ്രവേശനത്തിൻ്റെ മാനദണ്ഡമായി ഇസ്ലാം നിശ്ചയിച്ചൊരു കാര്യം എന്ന നിലക്ക് ആ നിലക്കും നിങ്ങൾ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് ഭർത്താവിന് ഇതൊന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. പിന്നെ പ്രാർത്ഥന സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും വല്ലാഹി ലതഅ്മുറുന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുക വേണം, തിന്മ വിരോധിക്കണം. ഔല യൂശിക്കന്ന അല്ലാഹു അൻ യബഅസ അലൈക്കും ഇഖാബ മിൻ ഇൻദിഹി സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബു ലക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു ശിക്ഷ അയക്കും, പിന്നെ നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യം ഉണ്ടാകില്ല എന്ന കണിശമായ ഭാഷ ഖുർആൻ ഈ വിഷയത്തിൽ, ഹദീസ് ഈ വിഷയത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനിവാര്യമായും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അയാൾക്ക് ചെയ്യേണ്ട അവസ്ഥക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യ മനസ്സിലാക്കേണ്ട കാര്യം, ഭർത്താവ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കുക വഴി ഭാര്യയ്ക്ക് കൂടി വലിയൊരു ഓഹരി കിട്ടുന്നുണ്ട്, വലിയൊരു പുണ്യം ഭാര്യയ്ക്കും കിട്ടുന്നുണ്ട്. അത് നഷ്ടപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. നമ്മളൊരു ഈ ഒരു വാക്കിലൂടെയും ഈ ഒരു ചെയ്തിയിലൂടെയൊക്കെ. നമ്മുടെ ഒരു സുഹൃത്ത് വിവാഹം കഴിഞ്ഞ് ഭാര്യ ഇങ്ങനെ ചൊറിയാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഒരു ദിവസം അയാൾ പറഞ്ഞു, എനിക്ക് എന്തിനേക്കാളും വലുത് ഈ കാര്യങ്ങളൊക്കെയാണ്. നീ എൻ്റെ കൂടെ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ എനിക്ക് ചൊറിഞ്ഞാൻ കാലം കഴിക്കാം. എനിക്ക് വളരെ കൃത്യമായ സ്റ്റാൻഡ് ഇതിലുണ്ട്. നിൻ്റെ ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ ഞാൻ നിർവഹിച്ചു തരേണ്ടത് പറഞ്ഞോ, അത് ഞാൻ നിർവഹിച്ചു തരാൻ പ്രശ്നങ്ങളില്ല, അത് ഞാൻ പരിഹരിച്ചോളാം. അല്ലാത്ത പക്ഷം ഇത് നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു. അതോടുകൂടെ പിന്നെ ഭാര്യ ക്ലിയറായി, പ്രശ്നമല്ല. അപ്പോൾ ആ നിലക്ക് ഭാര്യ അവരുടെ പുണ്യം എന്ത് ചെയ്യരുത്, കളയരുത്. ദീനീ കാര്യങ്ങളിൽ സഹകരിക്കുന്ന ഭാര്യ, സഹായിക്കുന്ന ഭാര്യ എന്ന് തന്നെ ഏറ്റവും നല്ല ഭാര്യയുടെ സവിശേഷതയായി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഈ ഭർത്താവ് കൂടെ ഉണ്ടാവുക എന്ന പോയിൻ്റ്, ഭർത്താവിൻ്റെ സഹകരണം കിട്ടുക എന്ന പോയിൻ്റ്, അതെടുക്കുമ്പോഴും എത്രയോ സഹോദരിമാരുണ്ട് പ്രായം വളരെ കഴിഞ്ഞിട്ടും 30-40 ഒക്കെ ആയിട്ടും ഒരു പുരുഷനെ കിട്ടാത്ത, ഒരു വിവാഹം കിട്ടാത്ത എത്രയോ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ നീളം കുറഞ്ഞതുകൊണ്ടോ, നിറം കുറഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ സമയത്ത് അവർക്ക് വിവാഹം അന്വേഷിക്കാൻ ബന്ധപ്പെട്ട ആളുകളില്ലാതിരുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ അവർ അശ്രദ്ധമായതുകൊണ്ടോ, അല്ലെങ്കിൽ രോഗമോ അനുബന്ധങ്ങളോ ഒക്കെ തടസ്സമുള്ളതുകൊണ്ടോ ഒക്കെ ഒരു പുരുഷനെ കിട്ടാത്തവർ പോലും ഉണ്ട്. അപ്പോൾ അവരെ വെച്ച് ചിന്തിക്കാൻ ഇവർക്ക് കഴിയണം. 2, ഭർത്താവുണ്ട്, പക്ഷേ ആ ഭർത്താവ് പ്രവാസിയാണ്. 2 മാസത്തിൽ 2 വർഷത്തിൽ ഒരു 25-28 ദിവസം ഇവിടെ ഉണ്ടാകും, കണ്ണീരോടുകൂടെ യാത്രയാക്കും, എത്രയോ നീണ്ട കാലം. ഇപ്പോൾ എൻ്റെ നാട്ടിലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലൊരു വിധവ ഉണ്ട്. അവരൊക്കെ പറയണ്ടായി, ഒരു 10-20 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ച ദിവസങ്ങൾ കൂട്ടിയാൽ മാക്സിമം 1.5 കൊല്ലമാണ് കിട്ടുക. അതിനെ എല്ലാം കൂടി ഒന്നിച്ചല്ല, പല പല സമയത്ത്. അങ്ങനത്തെ പ്രവാസികളുടെ ഭാര്യമാരുണ്ട്, അവരെ ഓർക്കാൻ കഴിയണം. 3, ഭർത്താവുണ്ട്, എല്ലാം ഓക്കെയാണ്, പക്ഷേ അവർ സ്ട്രോക്ക് ബാധിച്ചോ അല്ലെങ്കിൽ തളർച്ച ബാധിച്ചോ ഒക്കെ ആ വീട്ടിൽ തന്നെ ഒരു മൂലയിൽ കൂടുതൽ ബാധ്യതയായി കിടക്കുന്നുണ്ടാകും. അപ്പോൾ ആ സഹോദരിമാർക്ക് ഈ ഫില്ലിങ്ങൊക്കെ ആരാണ് ചെയ്തു കൊടുക്കുക? നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആംഗിളാണ് ഞാൻ പറയണത്. അപ്പോൾ ആ നിലക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ ബഹളങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഈ നിലക്കല്ല പോകേണ്ടത്. നമുക്കിതിൽ നേട്ടമുണ്ട്. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാകും. നമുക്ക് വേണ്ടി ഈ ഭർത്താവിൻ്റെ കാരണം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സന്നദ്ധത കൊണ്ട് അദ്ദേഹത്തെ സ്വന്തം വീട്ടുകാരെക്കാളും സ്നേഹിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടാകും. നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ ഈ വിഷയകമായി നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ആത്മസുഹൃത്തുക്കളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പലപ്പോഴും ചിലർക്കൊക്കെ അത് ബോധ്യപ്പെടൽ, ഭർത്താവ് മരണപ്പെടുകയോ ഭർത്താവ് അപകടം സംഭവിക്കുകയൊക്കെ ചെയ്ത് കിടക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമൻസിൽ നിന്നാണ്. ഒരു സഹോദരി അങ്ങനെ പറയണ്ടായി, മൂപ്പർ ഇത്രയും വലിയ ആളായിരുന്നു എന്ന് മരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇനി മൂപ്പര് ചെയ്ത പ്രവർത്തനങ്ങളുടെ തുടർച്ച എനിക്ക് ഏറ്റെടുക്കണം, എനിക്കെന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് തരണം എന്നൊക്കെ വളരെ നിറക്കണ്ണുകളോടുകൂടെ പറഞ്ഞ ആളുകളെ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ മരണം കൊണ്ട് ബോധ്യപ്പെടേണ്ട ഒന്നല്ല. ചുരുക്കത്തിൽ ഒരു ഭാര്യ എന്നുള്ള നിലക്ക് നിങ്ങളുടെ അടിസ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ ഭർത്താവ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ നിങ്ങൾ പ്രചോദിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം,
ചില ഭർത്താക്കന്മാരൊക്കെ ഇതിലൊന്നും ഇല്ലാത്ത ചില ആളുകളുടെ ഭാര്യമാരുടെ അവസ്ഥ പറഞ്ഞാൽ രാത്രി ഒരു വരാതിരുന്നെങ്കിൽ എന്ന് ഭാര്യമാർ ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അവിഹിതങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. ഇപ്പം ഞാൻ വളരെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഒരു രാത്രി കുറേ മെസ്സേജ് ഒന്നിച്ചു വന്നു. ഒരുപക്ഷെ സഹോദരി നമ്മളെ കേൾക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പോൾ ഞാനത് തുറന്നു നോക്കിയപ്പം അവരുടെ ജീവിതത്തിൽ വളരെ ഞെട്ടിക്കണ ഒരു അനുഭവമാണ് അവർക്കുണ്ടായത്. ഭർത്താവിനെ അവർ ഒരിക്കലും കാണാൻ പാടില്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് കാണുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം അശുദ്ധികൾക്കൊക്കെ എതിരിലുള്ള ക്ലാസ്സുകളും ബോധ്യപ്പെടുത്തലുകളൊക്കെ ഈ മീറ്റിങ്ങുകളിലുണ്ടാകും. എൻ്റെ ഒരു വളരെ രസകരമായൊരു അനുഭവം, എൻ്റെ ഒരു ക്ലാസ്, നമ്മൾ ഇങ്ങനത്തെ യൂത്തിൻ്റെ ക്യാമ്പുകളിലൊക്കെ പൊതുവെ ഭാര്യമാരെ കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ഗൗരവം, ബെഡ്റൂം, നമ്മുടെ ഇൻ്റർകോഴ്സസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനെ അറിയാലോ, നമ്മൾ പൊതുവേ ചർച്ചയിൽ കൊണ്ടുവരും. അപ്പോൾ ഏതോ ഒരു ഭർത്താവ് ഇങ്ങനെ ജസ്റ്റ് വാട്സാപ്പ് ഓൺ ചെയ്തിട്ട് ഭാര്യയ്ക്ക് അതുകൊണ്ട് അയച്ചു കൊടുത്തു. ആ ഭാഗം ജസ്റ്റ് അയാൾക്ക് ഫീൽ ചെയ്ത ഏതൊരു ഭാഗം അയച്ചു കൊടുത്തു. ഇത് ഇയാളുടെ ഭാര്യ ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഇയാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് എന്നെ മീറ്റിങ്ങിന് പോകാൻ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കണ്ടു. സംഭവം എനിക്ക് മനസ്സിലായില്ല, ഒരു സ്വസ്ഥതയും തരലില്ല അവൾ. നിങ്ങൾ പോകണില്ലെന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് മീറ്റിങ്ങിന് പറഞ്ഞേക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് എന്ത് ചെയ്യണത്, മൂപ്പർക്കത് മനസ്സിലാണ്. അപ്പോൾ നമ്മളുടെ യോഗങ്ങളിലും ക്ലാസ്സുകളിലും പരിപാടികളിലൊക്കെ ഈ അവിഹിതങ്ങളിൽ എത്തിപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളും ഒരു വ്യക്തിയുടെ സെക്സ് ഏറ്റവും ഭംഗിയാകാനുള്ള ധാരണകളും അങ്ങനെയുള്ള ഏരിയകളൊക്കെ ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ശരിയായ ധാരണ, അതൊക്കെ അല്ലാതെ ആളുകളെങ്ങനെ എന്താ പറയുക, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനന്മാർ റോട്ടിൽ സമരം ചെയ്താൽ ആർക്കാ കാര്യം? നേതാവിനാണ് കാര്യം, അണികൾക്ക് കാര്യമൊന്നുമില്ല. ആ ഒരു രീതിയിലല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെ സഹോദരിമാർ എന്ത് ചെയ്യണം, അവരെ പ്രചോദിപ്പിക്കുകയാണ് വേണ്ടത്. അവർ പല കണികളിലൊക്കെ പോയി പെടാതിരിക്കാനൊക്കെ അതാണ് നല്ലത്. ഇത്തരം കണികളിലൊക്കെ പോയി ചാടിയാൽ പിന്നെ അത് നമുക്ക് എന്നൊരു തീരാവേദനയായിരിക്കും എന്നുകൂടി പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ ഒരു സഹോദരൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഇതിലൊരു കൂട്ടിച്ചേർക്കൽ പറയാണ്. ഈ ഒരു പറഞ്ഞ ഭാഗം ഈ ഒരു സഹോദരനും അതുപോലെ സമാനമായ അനുഭവങ്ങളുള്ള മറ്റു സഹോദരങ്ങളും അവരുടെ ഭാര്യമാരെ ഈ ഒരു ഭാഗം കേൾപ്പിച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് റേഡിയോയെ അറിയിക്കണം എന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താൻ. എൻ്റെ ഒരു സുഹൃത്ത്, അവന് ഒരു യോഗത്തിൽ അവൻ പറഞ്ഞൊരു കാര്യം, സ്റ്റുഡൻസിൻ്റെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞൊരു വിഷയമാണ്. അവൻ്റെ ഉമ്മ സദാസമയം എപ്പോഴും അവൻ്റെ ഈ പ്രവർത്തനങ്ങളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവന് ഒരു രാവിലെ സമയത്ത് ഉമ്മാനെ ടേബിളിൽ വിളിച്ചിരുത്തി. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, എൻ്റെ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ കള്ളു കുടിക്കുന്ന കുട്ടികളാണ്. എൻ്റെ ക്യാമ്പസിലുള്ള കുട്ടികൾ ഇന്ന സ്വഭാവ ദൂഷ്യങ്ങളുള്ള കുട്ടികളാണ്. ഞാനതൊന്നും ഉമ്മ ചെയ്യണില്ലല്ലോ. ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ ഈ കൂട്ടായ്മയിലെ മെമ്പറായതുകൊണ്ടാണ്, അതിൽ എനിക്ക് ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാണ് എന്നൊരു ബോധ്യപ്പെടുത്തൽ ഉമ്മയോട് നടത്തിയെന്നും അതിനുശേഷം അവന് ആ വിഷയത്തിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടിയെന്നും അവൻ ആ വിഷയത്തിൽ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഭർത്താവ് ഭാര്യയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്നൊരു ക്ലോസ് അവിടെ പറഞ്ഞു. ചില ഭാര്യമാരുടെ സങ്കടം ഭർത്താക്കന്മാർ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണില്ല എന്നാണ്. അവർക്ക് മീറ്റിങ്ങുകളാണ്, സംഘടനാ പ്രവർത്തനങ്ങളാണ്, പ്രവർത്തനങ്ങൾ മാത്രമാണ്, അതിൽ മാത്രമാണ് എൻഗേജ്. കുട്ടികളുടെ വിദ്യാഭ്യാസമോ അവരുടെ മരുന്നോ ചികിത്സയോ അതിനൊന്നും തീരെ പൈസ കൊടുക്കാത്ത ആളുകളാണെന്നല്ല, പക്ഷെ അതിലൊന്നും ഇടപെടാത്ത ആളുകളും ദീനി രംഗത്ത് അവർ വലിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ വീട്ടിൽ അവരുടെ സ്വഭാവമാണെങ്കിലും ഇടപെടലുകളാണെങ്കിലും അതിലൊക്കെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ചകളുണ്ട് എന്ന ചില പരാതികളും നമുക്കിതിനോടൊപ്പം വന്നിട്ടുണ്ട്. അതെ, ഇതൊരു സീരിയസ് ആയി അറ്റൻഡ് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അയാൾക്ക് ആ വീട്ടിൽ ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ളൊരു വഴിയായി ഇതിനെ കണ്ടുകൂടാ. ഞാൻ മറ്റൊരു അനുഭവം പറയാം. നമ്മൾ വിഷ്ണു യൂത്തിൻ്റെ സ്റ്റേറ്റ് ഭാരവാഹികൾ, ഇത് ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടിയാണ് പറയണത്, അതുതന്നെ അറിയണ കാര്യങ്ങളാണ്. നമ്മൾ ചില ഗൃഹസന്ദർശനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ നമ്മളൊരു വീട്ടിൽ ചെന്നപ്പോൾ നമ്മളൊരു പ്രവർത്തകൻ്റെ ഭാര്യ പറഞ്ഞു, നമ്മൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വന്നത് തന്നെയാണ്, പറയാനും സംസാരിക്കാനൊക്കെ വേണ്ടി വന്നത് തന്നെയാണ്, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ അതങ്ങനെ പോകാനുണ്ടായൊരു കാരണം അതായിരുന്നു.
ചില ഫീഡ്ബാക്കുകളായിരുന്നു. അപ്പോൾ എല്ലാവരും വീടുകളിലൂടെ ഒക്കെ ഒന്ന് പോകാം, ജില്ലാ ഉത്തരവാദിത്വത്തിലുള്ള ആളുകളുടെ വീടുകളിലൂടെ ഒക്കെ ഒന്ന് പോകാമെന്ന് നമ്മളും തീരുമാനിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു വാചകതാണ്, ഇദ്ദേഹം പോകും, എങ്ങോട്ടാണ് പോകണമെന്നറിയില്ല. എന്നിട്ട് ഞാൻ രാത്രി 11 മണി 12 മണി 12:30 1 മണി വരെ കാത്തു നിൽക്കും. മൂപ്പര് ബൈക്കും വേണം പോവുക, ഉറങ്ങണ സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പറ്റിയോ അല്ലേ, യാതൊരു ധാരണയില്ല, വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാനത് ചോദിക്കുമ്പോൾ പറയാം, ഞാനൊരു ദീനീ കാര്യത്തിനാണ് പോണത്, അത് എന്നോട് പറയേണ്ട ഉത്തരവാദിത്തമല്ല എന്നാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത്, ശരിക്ക് അവൻ്റെ ചള്ളക്ക് ഒന്ന് കൊടുക്കുകയാണ് വേണ്ടത്. അവിടെ ഇരുത്തിയിട്ട് തന്നെ, മൂപ്പരെ ഇരുത്തിയിട്ട് തന്നെ പറഞ്ഞു, ഇതൊന്നും ശരിയായൊരു പരിപാടിയല്ല. അപ്പം അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 മണിയുടെ അപ്പുറം മൂപ്പര് വൈകി വന്ന പ്രശ്നമുള്ള വീടാണിത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ 12 മണിക്ക് വരുന്നതിനോ 1 മണിക്ക് വരുന്നതിനോ 2 മണിക്ക് വരുന്നതിനോ ഒന്നും ഇവർക്ക് പ്രശ്നമില്ല, ഇല്ലല്ലോ എന്ന് വെച്ചാണ്. എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അവൾക്ക് പ്രശ്നമുണ്ട്, ഞാൻ സമയം പറഞ്ഞാലുള്ള പ്രശ്നം, അവൾ അതിൻ്റെ പേരിൽ പിന്നീട് പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ടാണ് എനിക്ക് സമയം പറയാൻ പറ്റാത്തത്. സമയം ഞാൻ പറഞ്ഞോളാം, പക്ഷെ 10 മണി കഴിഞ്ഞ് ഒരു സമയം പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. എൻ്റെ ആയുസ്സിലൊരു നിശ്ചിത കാലം മാത്രമേ എനിക്ക് ഈ ഒരു പോസ്റ്റിലിരുന്ന് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ കാലത്ത് അവളുടെ സ്നേഹവും സപ്പോർട്ടും എനിക്ക് കിട്ടുകയാണ് വേണ്ടത്. ഞാൻ സമയം പറഞ്ഞാൽ അവൾ ബഹളം ഉണ്ടാക്കും, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അവർ ബഹളം ഉണ്ടാക്കില്ലല്ലോ, നമുക്കങ്ങനെ തോന്നിയിട്ടില്ല, അവർ ബഹളം ഉണ്ടാക്കുമെന്ന് നമുക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പറയണം, കൃത്യമായി സമയം കാര്യങ്ങളൊക്കെ പറയണം. നിങ്ങൾ വൈകുമെങ്കിൽ അത് പറയണം, നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ അത് പറയണം, വേണ്ടെങ്കിൽ അത് പറയണം. മാത്രമല്ല വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് പറയണം, ഇന്ന തീരുമാനങ്ങളൊക്കെ ഉണ്ടായി എന്നത് കൃത്യമായിട്ട് പറയണം. അപ്പോൾ നമ്മളൊക്കെ പൊതുവേ ലൈറ്റ് റണ്ണിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 11 മണി 12 മണി 1 മണീൻ്റെയൊക്കെ മുമ്പിൽ വീട്ടിലെത്തുന്നത് വളരെ റയർ കേസിലെ പൊതുവേ കഴിഞ്ഞൊരു നീണ്ട കാലഘട്ടം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വണ്ടിയും കൂടിയൊക്കെ വാങ്ങിയതുകൊണ്ട് ഡ്രൈവിൽ ഉറങ്ങിപ്പോണ ബേജാറൊക്കെ പൊതുവേ കുടുംബത്തിനൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇപ്പോൾ സാധാരണ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി എവിടെയാണോ സൈഡാക്കുന്നത്, സൈഡാക്കിയ ലൊക്കേഷനും ഒരു വോയിസും ഇടും. ഉമ്മാക്കാണെങ്കിൽ വോയിസ് മാത്രം ഇടും, പിന്നെ വൈഫിനാണെങ്കിൽ ലൊക്കേഷനും വോയിസും കൂടി അവിടെ ഇട്ടേക്കും. എന്നിട്ട് നമ്മൾ അലാങ്കളൊക്കെ സെറ്റ് ചെയ്യും, ഉണരാളൊരു ടൈം അലാങ്കളൊക്കെ സെറ്റ് ചെയ്യും. പൊതുവേ വണ്ടി പാർക്ക് ചെയ്യണത് ആളുകളുള്ള സ്ഥലങ്ങളും പള്ളികളോട് ചേർന്ന സ്ഥലങ്ങളൊക്കെ ആക്കാൻ വേണ്ടി മാക്സിമം നോക്കും. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ മറന്ന് പിന്നെ എങ്ങാനും ഒന്ന് വിളി ചെന്നിട്ടില്ലെങ്കിൽ, മുറ്റത്ത് വണ്ടി കണ്ടിട്ടില്ല, ഭയങ്കര അസ്വസ്ഥരാകും, തലങ്ങും വിലങ്ങൊക്കെ ഒരു വിളിക്കും. ചിലപ്പോൾ നമ്മൾ സൈലൻ്റ് ആണെങ്കിൽ, എനിക്ക് അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്, 5, 10, 15 വട്ടോല് വിളിച്ചിട്ടുണ്ടാവും. കാരണം അപ്പോൾ ഭയങ്കരമായിട്ട് ആലോചിച്ച് കൂട്ടും, കാരണം ഇത്രയൊക്കെ ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കൂട്ടും. അപ്പം അപ്പോഴുള്ളൊരു വഴി എന്ന് പറയുന്നത്, നമ്മളുടെ സറൗണ്ടിങ്സിൽ ജീവിക്കുന്ന ആളുകളെ അവർക്ക് ലഭ്യമാകാവുന്ന വിധം അവർക്ക് നമ്പറുകൾ അവരെടുത്തുണ്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ നേരെ സോയിൽ ഖാനെ വിളിക്കും, ഇപ്പോൾ നിഷാദ് സെൽഫിനെ വിളിക്കും. ഞാൻ എൻ്റെ ഒരു സ്പേസിൽ നിന്നാണ്ട് പറയുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനത്തെ ചില വ്യക്തതകൾ യഥാർത്ഥത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. ഒരു ഭാഗം അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നല്ല മഫ്തിയും നല്ല പർദ്ദയൊക്കെ ഇട്ടിട്ട് ഹിജാബിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് ഈ കാര്യത്തിൽ ഫെമിനിസ്റ്റുകളായി മാറുന്ന ചില ആളുകളുണ്ട് എന്നുള്ളത് ഞാൻ പച്ചക്ക് പറയാണ്. അതായത് ഭർത്താവ് ജോലി ചെയ്യണം, ഞാൻ അവിടെ ജോലി ചെയ്യണ പോലെ ഭർത്താവും ചെയ്യണം എന്ന് വാശി പിടിക്കണേ. ഇവിടുത്തെ ചില വ്ളോഗർമാരും ഇവിടുത്തെ ചില മീഡിയ ചർച്ചകളൊക്കെ ഒരു പരിധിക്കപ്പുറം ചില വ്യക്തികളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും ഐഡിയലായിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചെന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബിനിമാരുടെ കൂടെ, ഒന്നിലധികം കുടുംബിനികളുണ്ടായിരുന്നെങ്കിലും അവരുടെ കൂടെ വളരെ നല്ല കൃത്യമായ ഫ്രീ സ്പേസ്, സ്വസ്ഥമായ സ്പേസ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിന് സ്പീഡ് ഉണ്ടാക്കണ ഒന്നും പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. സൈക്കിള് പോയിട്ട്, കാറോ ജീപ്പൊക്കെ പോയിട്ട് സൈക്കിള് പോലും ഇല്ല, ഒട്ടകം നടന്നെത്തണ അല്ലെങ്കിൽ കുതിര ഓടിയെത്തണ ദൂരം ആ സ്പീഡേ കിട്ടുള്ളൂ. പിന്നെ മെയിലില്ല, വാട്സാപ്പില്ല, അതല്ലെങ്കിൽ ഗ്രൈൻഡറില്ല, മിക്സിയില്ല, ഇങ്ങനത്തെ ലൈഫിന് സ്പീഡ് കൊടുക്കണമൊന്നുമില്ല. പക്ഷേ പ്രവാചകൻ ഫ്രീ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഭാര്യമാർക്ക് ഫ്രീ സ്പേസ് കൊടുത്തിട്ടുണ്ട്. 1. 2, പ്രവാചകൻ അവർക്ക് വേണ്ടി വീട്ടിലെ ജോലികൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ ജോലികൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹാർഡായിട്ടുള്ള ജോലികളാണ്. വിറക് വെട്ടുക, വെള്ളം കോരുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ചെയ്ത്. അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും അതിലുള്ള ബർക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാതും ഭർത്താവും ചെയ്യണം എന്നുള്ള ഒരു ലൈനുണ്ട്. ഞാനിങ്ങനെ അടുക്കളയിൽ പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു കോഴ്സൊക്കെ പഠിച്ച് ചെറിയൊരു ജോലിയുടെ പരിസരമൊക്കെ എത്തുന്നതോടുകൂടെ ഈ മൈൻഡ് സെറ്റ് ആകെ മാറുന്ന ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ സെർവൻറ്റിനെ വെച്ചോളൂ, എന്താ പ്രശ്നം? ഒരു വിഷയമല്ല. എന്നിട്ട് ഈ ജോലി ഭാരത്തിൻ്റെ പേരിൽ ഭർത്താവിനോട് വൈകുന്നേരമായ അടി കൂടണമാണ് പരിപാടി. അടുക്കള തൊട്ട് ക്ലീനിങ് വരെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഗണത്തിൽപ്പെടും. അപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാതും ഭർത്താവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അവർക്കൊരു പീരീഡ്സൊക്കെ ഉണ്ടാകുമ്പോൾ സപ്പോർട്ട് ചെയ്യണം തോന്നുകയാണെങ്കിൽ ചെയ്യേണ്ടി വരും. ഞാൻ പറയണമെന്ന് വെച്ചാൽ പലപ്പോഴും ദീനീ ദഅവാ രംഗത്ത് വളരെ കപ്പാസിറ്റിയുള്ള കുറേ ചെറുപ്പക്കാർ അവരെ അതിൽ നിന്ന് അണകെട്ടിത്തടയണത് ഭാര്യമാരുടെ ഡയലോഗുകളാണ്. ഫാമിലിക്ക് ടൈം കിട്ടണില്ല, ഫാമിലിക്ക് ഇങ്ങനെയാണ് പറയാം, ഫാമിലിക്ക് ടൈം കിട്ടണില്ല എന്നുള്ള ഒറ്റ വാചകത്തിന്മേയാണ് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം മുമ്പാരോ പറഞ്ഞ പോലെ അടുക്കളയിൽ കുറച്ച് അത്യാവശ്യമൊക്കെ സഹായിച്ച് ഒക്കെ ഭർത്താവ് ഒക്കെ കഴുകിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാൽ അതും കൂടി ഞാൻ കഴുകിക്കളയെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ചില സ്ത്രീകളുടെ ഒരു രീതി. ഞാൻ പറയണത് അവർക്ക് അവരുടെ പ്രഗ്നൻസി പീരീഡ്, അവരുടെ രോഗസമയം, അങ്ങനത്തെ സമയത്തൊക്കെ കൂടുതൽ ഇറങ്ങി ചെയ്യേണ്ടി വരും. എന്നാൽ ദീനീ രംഗത്ത് സ്വന്തം ഭർത്താവിനെ സമയം സ്പെൻഡ് ചെയ്യിക്കാൻ വേണ്ടി റിസ്ക് എടുക്കുന്ന എത്രയോ ഭാര്യമാരുണ്ട്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവർ കൈകാര്യം ചെയ്ത് അവർ മാനേജ് ചെയ്ത് അവരവിടെയൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ ഭർത്താവ് ചെയ്യുന്ന ഓരോ പുണ്യങ്ങളും. ഒരു മീറ്റിങ്ങിൽ നമ്മൾ പോയിരുന്ന് ആ മീറ്റിങ്ങിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്നേഹകൂടലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ മഹബ്ബ എന്ന് പറയുന്ന പരിപാടി വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നടത്തണമെന്ന് തീരുമാനിക്കുകയാണ്. ആ തീരുമാനം എടുക്കുന്ന ഭർത്താവ് ആ തീരുമാനം എടുക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തതിലൂടെ അദ്ദേഹത്തിന് കിട്ടണ വലിയൊരു ഓഹരിയുണ്ട്. ആ ഓഹരിയൊക്കെ ആർക്ക് കിട്ടും? ഭാര്യക്കും കിട്ടും. അങ്ങനെ വിചാരിച്ചിട്ട് ഇതൊരു പരലോകത്തിൻ്റെ പരിപാടിയായി കണ്ടിട്ട് വീട്ടിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്ന് ചിന്തിക്കണ ആളുകളുണ്ട്. എന്നാൽ കുറച്ച് ഹാർഡായിട്ടുള്ള വീട്ടിലെ വർക്കൊക്കെ ഭർത്താവ് എന്ത് ചെയ്യണം? ഒരു സമയം കണ്ടെത്തി ചെയ്തു കൊടുക്കണം. ഭർത്താവിനതിൽ സപ്പോർട്ട് ചെയ്യണം. ഭാര്യമാരെങ്ങനെ ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് മൊത്തം ഒന്ന് ചെതൽ തട്ടാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിറകൊന്ന് അടുക്കി വെക്കാനുണ്ട്, അതിന് എപ്പോഴാണ് ഒരു സമയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇങ്ങനത്തെ ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ വേറൊരു കാര്യം പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ ഇയാളുടെ തിരക്കിൻ്റെ ഇടയിൽ വാങ്ങിക്കിട്ടുന്നുണ്ടാവില്ല. അപ്പം അതിനൊക്കെ ഇന്ന് പല സംവിധാനങ്ങളും ഉണ്ട്. ഒരു നിശ്ചിത തുക ഭാര്യൻ്റെ അടുത്ത് കൊടുത്താൽ അത് പിന്നെ കടയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കണ സിസ്റ്റം മുതൽക്ക് പല സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഈ ഭാര്യമാർക്ക് അതിനുള്ള ബുദ്ധിയോ അന്തവും കഴിവൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സമയത്ത് മറക്കലാണ്. വളരെ തിരക്കുള്ള 2 ഡോക്ടർമാരായ ദമ്പതികൾ ഒരിക്കൽ എനിക്ക് ദീർഘമായ വോയിസ് അയച്ചു. അവർ കേൾക്കണ്ടേ സബറൻ. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് മീറ്റിങ്ങും കാര്യവും പരിപാടിയൊക്കെ ആയിട്ട് ആകെ പ്രശ്നമാണ്. മൂപ്പർക്ക് എന്ത് ചെയ്യണില്ല, വീട്ടിൽ സമയം കിട്ടണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ്. ഞാൻ അവരോട് വളരെ സിമ്പിളായി ചോദിച്ചു. ഇയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, അയാൾക്കുള്ള സാലറി എനിക്കറിയാം. ഇത്രയും സാലറി ഉണ്ടല്ലോ, നിങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളും സർക്കാരിലാണ്, നിങ്ങൾക്ക് ഇത്ര സാലറി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ രണ്ടാളും പിന്നെ എന്തിനാ ക്ലിനിക്കിലിരിക്കണോ? മൂപ്പര് ക്ലിനിക്കിലിരുന്ന് 2-3 ക്ലിനിക്കിലിരുന്ന് പാഞ്ഞു വരുന്നതിന് നിങ്ങൾക്ക് പ്രശ്നമല്ല. ദീനീ ദഅവാ രംഗത്ത് അയാളുടെ ഒരു സ്കില്ല് ഉപയോഗിക്കണതിന് നിങ്ങൾക്ക് പ്രശ്നമാണ്. എന്നിട്ട് അതാണ് നിങ്ങൾ ഭയങ്കര പരാതിയായിട്ട് പറയുന്നത്. പിന്നെ ആ വോയിസിന് എനിക്ക് റിപ്ലൈ അല്ല. മനസ്സിലായില്ലേ? പിന്നെ വോയിസിന് റിപ്ലൈ അല്ല. ഞാൻ പറയണത് ഫാമിലിക്ക് സമയം വേണ്ടെന്നല്ല, ഫാമിലിക്ക് സമയം വേണം. എല്ലാവരും അങ്ങനെ സമയം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 24 മണിക്കൂർ കൂടെ ഉണ്ടാകുക എന്നുള്ളതാണോ? സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലെ എല്ലാ പണിയും കൂടിയും ഭർത്താവ് ചെയ്യുക എന്നുള്ളതാണോ? അത്തരം കാര്യങ്ങളിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി പോയാലൊക്കെ നടക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ വീഴ്ച ഉണ്ടെങ്കിൽ ആ വീഴ്ച മുപ്പര് വന്ന് കയറുമ്പോഴല്ല പ്രസംഗിക്കേണ്ടത്. ഇവർ രാത്രി ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എവിടെയാണു എന്ന് ചോദിക്കുകയല്ല വേണ്ടത്. വളരെ ശാന്തമായി ചോദിക്കണം. ഒന്നുമില്ല, ഒരൊറ്റ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അവിടെയാണ് ഈ കാമുകനും കാമുകയൊക്കെ അയക്കണ മെസ്സേജ് ഉണ്ടല്ലോ, ആ ടോണിലേക്ക് നമ്മുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതൊക്കെ അവിടെയാണ്. അതാണ് പറയാൻ തോന്നിയത്. ഓക്കെ. ഈ ഒരു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ജോലി തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അവരെ തിരുത്താനുള്ള കാര്യങ്ങൾ വളരെ സ്നേഹപൂർവ്വം തിരുത്താനും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്പരം സഹകരിച്ച് ചെയ്യാനും ഒക്കെ ഉള്ള പ്ലാനുകൾ ഉണ്ടാക്കണം എന്ന് തന്നെയാണ്. എന്നാൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരാളെ ദഅവാരംഗത്ത് തടഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന വലിയ ഒരു നന്മയുടെ പുണ്യം കിട്ടൂല എന്നത് മാത്രമല്ല, ആ ഒരു കാര്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയാൽ അതിൻ്റെ ഒരു ശിക്ഷ കൂടി ലഭിക്കുമെന്ന് ഭയപ്പെടണം എന്ന് ഒരു കാര്യം. അത്
ഈ പലപ്പോഴും എന്താ വെച്ചാൽ സൺഡേ സാറ്റർഡേ ഒക്കെ ആയിരിക്കും നമ്മുടെ ദാവാ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഞാൻ ഇത് നമ്മുടെ ശ്രോതാക്കളിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു അത്തരം ചട്ടക്കൂടുകളിൽ ഉള്ളവരും ഇല്ലാത്തവരുണ്ട്. ഈ ഇല്ലാത്ത ആളുകളോടൊക്കെ നമ്മൾ പറയാണ്, നിങ്ങളിങ്ങനെ വെറും കേൾവിക്കാരും കാഴ്ചക്കാരും നമ്മുടെ പരിപാടികളുടെ ആസ്വാദകരും മാത്രമായാൽ പോരാ, നിങ്ങളൊക്കെ കടന്നു വരൂ, രംഗത്തേക്ക് വരൂ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കൂ, ചുമതലകൾ ഏറ്റെടുക്കൂ. ആ നിലക്ക് പറയാണ്. ചില ആളുകൾക്ക് ഈ ശനി ഞായറും അത് മൊത്തത്തിൽ മീറ്റിങ്ങും കാര്യമൊക്കെ ആകുമ്പോൾ കുട്ടികളെയും കൊണ്ടൊരു ഔട്ടിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാൻ കഴിയില്ല എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഈ ശനിയും ഞായറും മാത്രമല്ലല്ലോ പുറത്തു പോകാൻ പറ്റുക. വർക്കിംഗ് ഡേയിലും പറ്റുമോ? വർക്കിംഗ് ഡേയിലും പറ്റുമല്ലോ. ഈ ലീവൊക്കെ എന്തിനുള്ളതാണ്? ലീവുണ്ടല്ലോ. ഞാൻ പറയണത് നിത്യവൃത്തിക്ക് വകയില്ലാത്ത, പിന്നെ ഒരു ദിവസത്തെ പണിയെടുത്താൽ അന്ന് മാത്രം ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർ മുതൽ എല്ലാവർക്കും പറ്റും. ഒരു ദിവസം ഫ്രീ ആക്കാനൊരു പ്രശ്നമല്ല. ആ കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടിയിട്ട് പോകാം. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ചും ഒരു LP UP ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ, അവരുടെ ഒരു ലീവ് കൊണ്ട് എടുക്കുമ്പോഴേക്ക് ആകാശം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴൊന്നുമില്ല. നമ്മൾ പ്രയോറിറ്റികളെ കാണണം, പ്രയോറിറ്റികൾ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നറിയോ, എൻ്റെ പ്രശ്നം എന്ന് പറയണത്, കുട്ടിക്ക് ആദ്യം തന്നെ വാങ്ങിക്കൊടുക്കുക 5000 റുപ്യേൻ്റെ മറ്റേ ആ കളിപ്പാട്ടാണ്. പിന്നെ വേറെ ഏത് കളിപ്പാട്ടം വാങ്ങിയാലും കുട്ടിക്ക് അതിൽ തൃപ്തി ഉണ്ടാവില്ല. എന്ന് പറഞ്ഞ പോലെ ആദ്യം തന്നെ ടൂർ പോകുക, റോപ്പ് വേല കൊണ്ടുപോയിട്ടാണ് ആദ്യം തന്നെ കയറ്റുക. പിന്നെ ഈ പാർക്കിലുള്ള ഇതിൽ കറങ്ങിയാൽ ആവില്ല. അപ്പോൾ ഇങ്ങനത്തെ ചില പ്രയോറിറ്റികളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിലൊരു പ്രധാന കാര്യമാണ്. ഒന്നുമില്ല, നന്നായി കുറച്ച് നല്ല ലൈറ്റ്സൊക്കെ ഉള്ള ഒരു പാർക്കിൽ അവിടെ കൊണ്ടുവന്ന് കുട്ടികളിട്ടിട്ട് ഭാര്യക്കും ഭർത്താവിനും ഇപ്പുറത്തും ഇരുന്ന് വർത്താനം പറയാൻ പറ്റും. സിമ്പിളായിട്ട് നല്ലൊരു ചായയും സിപ്പ് ചെയ്തിട്ട് ഇരുന്നാൽ എന്ത് രസം ഉണ്ടാവും എന്നറിയോ. അതിനൊരു ഭയങ്കരമായ സൗന്ദര്യമുണ്ട്. അതൊന്നും പലപ്പോഴും എന്ത് ചെയ്യൂല. യാത്ര അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുളു മണാലി അവിടെയൊക്കെ പോയാൽ മാത്രമേ ആവുള്ളൂ. ഒരു മഞ്ഞിൻ്റെ ഒരു അന്തരീക്ഷം കിട്ടിയാൽ. ആംബിയൻസ് ആണ് ചില ആൾക്കാർക്ക് പ്രശ്നം. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു ആംബിയൻസ് വേണം. മനസ്സിലായില്ലേ? ഈ പറയണതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താ അറിയോ, ഇത് ചിലപ്പോൾ ഞാനുമായിട്ടൊക്കെ പലപ്പോഴായി പല വിഷയങ്ങളും സംസാരിച്ച സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഇത് ഓരോരുത്തരും വിചാരിക്കും അവരെ പറ്റിയാണ് പറയണത്. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നിങ്ങളെ പറ്റി തന്നെ പറയണത്. നിങ്ങൾ എവിടേക്കായി കൊണ്ടുപോകണത് ഈ കാര്യങ്ങളെ? എന്തതിൻ്റെ പരിപാടി? ഒരു ന്യായമില്ലാത്ത വിഷയത്തിൽ രണ്ടാളും ആവശ്യമില്ലാതെ അടികൂടി ആയുസ് കളയാണ്. ഒരു അർത്ഥമില്ലാത്ത തർക്കങ്ങളാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇനി അവസാനം നിശ്ചലമായ മൂപ്പര ബോഡിയാണ് വരും. മനസ്സിലായില്ലേ? അതിങ്ങനെ മുറ്റത്ത് വന്നിട്ട് ആ ഫ്രീസർ ഇറക്കിയിട്ട് അപ്പം അങ്ങനെ കാണുമൊക്കെ. അപ്പോൾ കാണും മൂപ്പരെ ബോഡി എടുത്തിട്ട് ആളുകൾ പോകുമ്പോൾ ജനവാതിലിലൂടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒക്കെ മനസ്സിലാവും. അപ്പോൾ മനസ്സിലായ പോരാ. അതുകൊണ്ടാണ് പച്ചക്ക് പറയുന്നത്. നമ്മുടെ ശ്രോതാക്കളായ ആളുകൾ, നമ്മളെ സ്ഥിരമായി സോഷ്യൽ മീഡിയ വഴി വീക്ഷിക്കുന്ന ആളുകൾ, ഈ സ്നേഹക്കൂട് പോലുള്ള നമ്മുടെ വിവിധ പ്രോഗ്രാമുകൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഈ ഒരു പ്രവർത്തന രംഗത്തേക്ക് കൂടി കടന്നു വരണം എന്നൊരാവശ്യം ഉന്നയിച്ചു. അതേപോലെ നമ്മുടെ ചില സഹോദരിമാർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സഹോദരി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സംഗതിയാണ്. ചെയ്യാൻ സാധിക്കുന്ന, പ്രവർത്തന രംഗത്ത് ഇടപെടാൻ സാധിക്കുന്ന ചില സ്ത്രീകൾ തന്നെ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിനും കൂടി നമ്മൾ ഉത്തരം കൊടുക്കണം. നല്ല ക്വസ്റ്റ്യനാണത്. അതായത് ഇപ്പം സ്ത്രീകളുടെ പ്രവർത്തനം അത് മാതൃകാപരമായി സംഘടിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മളെ കൂട്ടായ്മ. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരൊന്നിച്ച് അടർക്കളത്തിലേക്ക് പോയപ്പോഴും പെണ്ണുങ്ങളെ ഒന്നിച്ച് അടർക്കളത്തിലേക്ക് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടില്ല. സ്പെസിഫിക് ആയിട്ടേ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രവർത്തനം വളരെ സ്പെസിഫിക്കാണ്. എങ്ങനെ പോകണം, എന്താവണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. പെണ്ണിനാണ് ശരിക്ക് വീടിൻ്റെ ഉള്ളിലെ ദാവ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുക. മക്കൾ, മാതാപിതാക്കൾ, അതേപോലെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, അതോരോന്നും ഒബ്സർവ് ചെയ്ത് അവർക്ക് ഓരോരുത്തർക്കും എത്തിക്കേണ്ട മെസ്സേജ് എത്തിക്കാൻ ശരിയായ രീതിയിൽ പറ്റുക. നമ്മുടെ അങ്ങനെ ആ കാര്യം ഇവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പീസ് റേഡിയോ സംവിധാനത്തിൽ പീസ് റേഡിയോ സംവിധാനത്തെ ചിലരെങ്കിലും മനസ്സിലാക്കി വെക്കുന്നത് ഇതൊരു മുജാഹിദീങ്ങളത് സംഭവമൊന്നുമല്ല എന്നാണ് മനസ്സിലാക്കി വെക്കുന്നത്. ജനം മനസ്സിലാക്കുന്ന ഒരു മുജാഹിദ് ഉണ്ട്. ആ മുജാഹിദ് എന്താണ്? ആ മുജാഹിദ് ദിക്റില്ല, ദുആ ഇല്ല, തഹ്ലീലില്ല, തക്ബീറില്ല, ഒരു വരണ്ട സാധനം. ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തത് ഒരു ചക്കക്കുരു കുഴിച്ചിടണ പോലെ ഒരു മയ്യത്തിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ചക്കക്കുരു കുഴിച്ചിടുമ്പോൾ ആണ് കുഴിച്ചിട്ടൊരു മണ്ണ് തട്ടിന് പോരലാണല്ലോ. അങ്ങനെയാണ് വിചാരിച്ചു വെക്കണത്. അപ്പോൾ ഇതങ്ങനത്തെ അല്ല. എന്നാൽ അങ്ങനെയാണെന്ന് ഇടക്ക് തോന്നും ഒരു സ്ത്രീക്ക്.
നല്ല ഇതിൽ ദിക്റൊക്കെ ഉണ്ട്. അപ്പോൾ ഭർത്താവിനോട് ഇങ്ങനെ പറയാണ്. ഭർത്താവ് പ്രവാസിയാണ്, മൂപ്പര് ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ ഒരു സംഘടനയെക്കുറിച്ചൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ വരുമോ? വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ഹയറുണ്ട്. കാരണം എൻ്റെ ഭാര്യ ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വാപ്പയും ഒക്കെ ഉൾക്കൊള്ളൂ. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അവിടെ ആ സ്ത്രീ അയാളുടെ വാപ്പയെയും ഉമ്മയെയും അടക്കം ദീനിയായി ഗൈഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് വലിയ കഴിവുണ്ട് ഈ വിഷയത്തിൽ. അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഈ അടുക്കള, മുറ്റം, ടോയ്ലറ്റ് ഇങ്ങനെയുള്ളൊരു ലോകത്ത് കറങ്ങല്ല വേണ്ടത്. നമുക്ക് നമ്മളെ വർക്ക് ജോലികൾക്കൊക്കെ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് കുറച്ച് സമയം നമ്മൾ ചില ആളുകളോട് ഫോണിൽ സംഭാഷണം നടത്താൻ ഉപയോഗിക്കണം. ഫോണിൽ സംഭാഷണം നടത്താൻ കുടുംബത്തിൽപ്പെട്ട ആളുകളോടൊക്കെ വിളിക്കുക, വിശേഷമൊക്കെ ചോദിക്കുക, ദീനിയായ ഉപദേശങ്ങൾ കൊടുക്കുക. ഞാൻ നിനക്കൊരു ലിങ്ക് അയച്ചിരുന്നു, അത് കേട്ടിരുന്നോ? ആരിസ്മലിൻ്റെ ലിങ്കായിരുന്നു, അതിൽ ഇങ്ങനൊരു കാര്യമുണ്ട്. അത് നല്ലൊരു കോൺവെർസേഷൻ. ചില സന്ദർശനങ്ങൾ, ചില രോഗികളുടെ അടുത്തൊക്കെ പോയിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ മക്കളുമായിട്ടുള്ള സംഭാഷണങ്ങൾ, അയൽപ്പക്കങ്ങളിലുള്ള ആളുകൾ. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ല അയൽക്കൂട്ടം വെക്കാൻ പറ്റും, നല്ലൊരാളെ ക്ലാസ് എടുക്കാൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള ഒരു 3-4 സ്ത്രീകൾ അവരൊന്നിരുന്ന് അവർ ഡ്യൂട്ടിയൊക്കെ ഡിവൈഡ് ചെയ്തെടുത്ത്, അപ്പോൾ ഒരു സ്ത്രീക്ക് ചിലപ്പോൾ അങ്ങനെ ഒന്നിരുന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. ചില ആൾക്കാർക്ക് ഇങ്ങനെ വട്ടത്തിലടി ഇരിക്കണോടുകൂടെ മുട്ടടിക്കൽ തുടങ്ങും, ബേജാറ്, വർത്തമാനം, സഭാകമ്പം ഭയങ്കര ഉണ്ടാവും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സമയം ഉണ്ടാവും, ചെറിയ മക്കളൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊന്ന് പോകാനും വരാനൊക്കെ പറ്റും. എന്നാൽ കുട്ടികൾ ഉള്ള ചില ആളുകളുണ്ടാവുക, കുട്ടീനെ അങ്ങനെ തൊട്ടിലാട്ടുന്ന സമയത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ വ്യത്യസ്തമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഫീൽഡ് വർക്ക് ഉണ്ട്, ലേഖനങ്ങൾ എഴുതാം, നല്ല രീതിയിൽ വിഷയങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇസ്ലാമും സ്ത്രീയാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം. അത്തരം വിഷയങ്ങളിലൊക്കെ ശക്തമായ പ്രതികരണങ്ങളും മറുപടികളും കൊടുക്കാം. അങ്ങനെയുള്ള വിശാലമായ ലോകം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പം മഹാപണ്ഡിതന്മാരുടെ ഒക്കെ ഇൽമു കൊടുത്ത വ്യക്തികളെ പരിശോധിക്കുമ്പോൾ ഇമാം ഷാഫി റഹിമുല്ല, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല, ഇബ്നു തൈമിയ റഹിമഹുല്ല അടക്കമുള്ള മഹാപണ്ഡിതന്മാർക്ക് ദീന് പറഞ്ഞു കൊടുത്ത സ്ത്രീകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വൈജ്ഞാനിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മുതൽക്ക് ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റും. മാത്രമല്ല ചില കോഴ്സസൊക്കെ അവരെടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പോയി സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട, കൗൺസിലിംഗ് ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ എടുക്കണം. കൗൺസിലിങ്ങിൻ്റെ കോഴ്സ് എടുത്തുകൊണ്ട് നേരെ കുഞ്ഞിപ്പാത്തു PK കൗൺസിലർ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഉണ്ടാക്കി വിടാനല്ല, അത് വേറൊരു സംഭവമാണ്. മറിച്ച് നമ്മളെ വീട്ടിലേക്കും കുടുംബത്തിലേക്കൊക്കെ ഉപകാരപ്പെടുന്ന വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ യഥാർത്ഥത്തിൽ സഹോദരിമാർക്ക് പറ്റും. നാട്ടിലുള്ളൊരു 3-4 ആൾ ഒന്നിച്ച് ഒരു ടീമായി കുറച്ച് ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവരോട് സംസാരിച്ച് ഇടപെട്ട് അതിന് ബാക്കി പുരുഷന്മാരുടെ ഒക്കെ സപ്പോർട്ടൊക്കെ എന്ത് ചെയ്യും, കിട്ടും. ആ രീതിയിൽ വിസ്ഡം വുമൺ വളരെ ശക്തമായി അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ശാഖാരൂപീകരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനൊക്കെ, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ജസ്റ്റ് ക്ലോസ് ആയി, ഇനിയും മെമ്പർഷിപ്പൊക്കെ ഇനിയും വരും. 2 മാസമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും മെമ്പർഷിപ്പിൻ്റെ സാധ്യതകളൊക്കെ വരും എന്നാണ് ആ വിഷയത്തിൽ ഓർമ്മിക്കാനുള്ളത്. ഒരു ചോദ്യം, വളരെ സന്തോഷം തോന്നിയൊരു ചോദ്യമുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ, മറിയം റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ മറിയം ബീബി ഗർഭത്തിലിരിക്കുമ്പോൾ ഞാൻ ഈ കുട്ടിയെ ബൈത്തുൽ മഖ്ദിസിലേക്ക് നേർച്ചയാക്കിയിരിക്കുന്നു, അതിൻ്റെ പരിചാരകയായി നേർച്ച നേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ടൈപ്പിലൊരു ചോദ്യം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ചോദ്യമാണ്. എൻ്റെ കുട്ടിക്കും അവൻ വളർന്നു വലുതാകുമ്പോൾ എന്താണ് അവനുള്ള അവസരങ്ങൾ എന്ന ടൈപ്പിലൊരു ചോദ്യമുണ്ട്. നല്ലൊരു മനോഹരമായ ക്വസ്റ്റ്യനാണ്. അപ്പം പക്ഷെ എനിക്ക് എപ്പോഴും പറയാൻ തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ആദർശ കൂട്ടായ്മ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പരിരക്ഷ എന്ന് പറയുന്നത് ആ കുട്ടിയൊരു ബീജഗണമായി മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നതിൻ്റെയും മുമ്പ് മുതൽക്ക് ആരംഭിച്ച് അങ്ങനെ പ്രായമായി ചെറുപ്പക്കാരനായി വൃദ്ധനായി ഖബറിൽ കൊണ്ടുപോയി വച്ച് തസ്ബീത്ത് ചൊല്ലുന്നത് വരേക്കുമുള്ള ഒരു കാലഘട്ടത്തിൻ്റെ പരിരക്ഷ യഥാർത്ഥത്തിൽ ഈ കൂട്ടായ്മ കൊടുക്കുന്നുണ്ട്. അതായത് ഈ സഹോദരിക്ക്, ഈ ഉമ്മാക്ക്, ഈ ഉപ്പാക്ക് സിയാറി വഴി, ഖുതുബകൾ വഴി, മഹബ്ബകൾ വഴി ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇൻ്റർകോഴ്സസ് ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുതൽക്ക് ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യത്തിൽ, ഒരു ഗർഭസ്ഥ ശിശുവിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഗർഭിണിയായൊരു സ്ത്രീ ഇങ്ങനെ സ്ത്രീകൾ വട്ടം കൂടി ഇരുന്ന് കണ്ട് നമീമത്തും ഗീബത്തും പറഞ്ഞുകൊടുത്ത് പോയി ഇരിക്കരുത് എന്നത് മുതൽക്ക് ഈ പ്രായത്തിലൊക്കെ 0 ഏജിൽ കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗർഭപാത്രത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡാറ്റ
കുട്ടി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു 12 വയസ്സ് വരെ ഡാറ്റ കളക്ഷൻ്റെ ഏറ്റവും പീക്ക് പീരീഡാണെന്നുള്ളത് അടക്കം. അപ്പോൾ താരാട്ട് പാട്ടുകൾ വരെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കുട്ടീനെ താരാട്ട് പാട്ടി ഉറക്കാനുള്ള താരാട്ട് പാട്ടുകൾ വരെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല കുട്ടിക്ക് കൊടുക്കേണ്ട കളിപ്പാട്ടം ഏത്, തോക്കും JCB അല്ല കൊടുക്കേണ്ടത് എന്നതടക്കമുള്ള മെസ്സേജുകൾ ശക്തമായി ഈ കൂട്ടായ്മ നൽകുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ ഒരു ബാലവേദി എന്നുള്ളൊരു സംവിധാനമുണ്ട്. ബാലവേദി സംവിധാനത്തിൻ്റെ പ്രത്യേകത പാട്ടും കളിയും ചിരിയും എഴുത്തും വരയുമൊക്കെയായി ആ പ്രായത്തിൽ ആ കുട്ടിക്ക് ലഭിക്കേണ്ട മെസ്സേജാണ് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങളെ നാട്ടിലുണ്ടെന്നും നിങ്ങളെ മദ്രസയിൽ അത് ഉണ്ടെന്നും, ഇനി മദ്രസ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തും പരിസരത്തും കളിക്കുന്ന കുട്ടികളുടെ ഒരു ടീം വർക്ക് ഉണ്ടാകണം എന്നാണ് നമ്മൾ പറയണത്. ഇപ്പോൾ ചങ്ങാതിക്കൂട്ടം പീസ് റേഡിയോ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ചങ്ങാതിക്കൂട്ടത്തിലെ ആദ്യത്തെ വർക്ക്ഷോപ്പ് നമ്മൾ മുക്കത്തായിരുന്നു നടന്നത്. അതുകൊണ്ടാണ് എൻ്റെ ചുമതല. നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ച്. ചങ്ങാതിക്കൂട്ടം കുട്ടികളുടെ അവരുടെ കഴിവുകൾ, പാട്ട് പാടാനും കഥ പറയാനും ആങ്കറിങ്ങിനും പ്രസംഗത്തിനും ഒക്കെ കഴിവുള്ള കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് അവരുടെ ജീവിത കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നിടത്തും ഇത്തരം വിഷയങ്ങൾക്ക് അവർക്ക് പരിശീലനം കൊടുക്കുന്നതും അവരുടെ നിത്യജീവിതം അടക്കം ഫോളോ ചെയ്ത് അവരെ ഒരു നല്ല വ്യക്തിയായി മാറ്റുന്നിടത്തും സമൂഹത്തിന് ഉപകാരിയായി മാറ്റുന്നിടത്തുള്ള വലിയൊരു സ്റ്റെപ്പാണ്. അതിൻ്റെ ഒരു ആദ്യ ബാച്ച് മാത്രമാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും നമുക്കതിൽ തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറയണത് അത് പറഞ്ഞ പോലെ ആദ്യം ഒരു ഇനീഷ്യേഷൻ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് ഇനീഷ്യേഷൻ നമുക്കുണ്ട്. ഇപ്പോൾ സമീൽ ആപ്പിൽ യൂട്യൂബ് ഷോർട്സിനെ കുറിച്ചും റീൽസിനെ കുറിച്ചും ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ നേർവഴി വന്നത് 5 മിനിറ്റ്സ്, പിന്നെ 1 മിനിറ്റ് വന്നത്, 1 മിനിറ്റ് വീഡിയോ വന്നത്. കിഡ്സ് ഗാലറി എന്നുള്ളൊരു ഒരു സംഭവം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സിബിഷനിൽ കുട്ടികളുടെ സ്കിൽസ് വില്ലുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ യഥാർത്ഥത്തിൽ അവസരങ്ങളോട് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും രക്ഷിതാക്കൾക്ക് അറിയില്ല. അവരിങ്ങനെ വെറും പരാതിക്കാരും ബഹളക്കാരുമായിട്ട് പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ലുക്മാൻ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, മോനെ നീ ഉമർ ബിൽ മഅറൂഫ് അൻഹാനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എന്ന് ചെറിയ മോനോടാണ് പറയണത്. അപ്പോൾ മക്കളെയൊക്കെ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയും ഉൾച്ചേർത്തും ഇടപെടുത്തിയുമാണ് പാരൻസ് പോകേണ്ടത്. അതിനുള്ള ധാരാളം സംവിധാനങ്ങൾ നമുക്കുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷകൾ, പഠനം, അങ്ങനെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പണിയെടുക്കേണ്ട, ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ട കുട്ടികളാണ്. അത്തരം കുട്ടികൾ ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയാൽ അവരുടെ പഠനം പിന്നോട്ടാകുക, അല്ലെങ്കിൽ അതിൽ അവർക്ക് ശ്രദ്ധ ഇല്ലാതാകുക, വേറെ കുറേ കാര്യത്തിൽ എൻഗേജ് ആവുക, അങ്ങനത്തെ ഭയപ്പാടുള്ള ചില രക്ഷിതാക്കൾ കൂടി ഉണ്ടാകും. ഈ ഭയപ്പാടുകളൊക്കെ പൊതുവെ അവസാനിക്കുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെ എന്തെങ്കിലും ഒരു ഡ്രഗ്സിൻ്റെയോ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെയോ ഒക്കെ ഒരു കെണിയിൽ കുടുങ്ങിയതിൻ്റെ ശേഷം പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളിടത്ത് ഈ രക്ഷിതാക്കളൊക്കെ എത്തും. ഈ രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നമ്മളെ വിദ്യാർത്ഥി സംഘടനയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കണ കാലത്ത് വളരെ മുതിർന്ന നമ്മുടെ ഒരു ലീഡർ നൽകിയ ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ കലണ്ടർ നോക്കിയിട്ടുള്ള സംഘടനാ ഷെഡ്യൂളാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടത് എന്നതായിരുന്നു. അതായത് കുട്ടികളുടെ പരീക്ഷാ സീസൺ ആവുമ്പോൾ ഒരു കുട്ടിക്കും ആ പരീക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ടാണ്. അപ്പോൾ പരീക്ഷ എങ്ങനെ ഏറ്റവും എൻറിച്ച് പ്രോഗ്രാമൊക്കെ അതിനുള്ളതാണ്. പരീക്ഷ എങ്ങനെ നന്നായി എഴുതാൻ പറ്റും, 2ഉം 3ഉം ഒക്കെ പരീക്ഷയിൽ റാങ്ക് കിട്ടി അവസാനം ഈ റാങ്കിന് സക്കാത്ത് കൊടുക്കേണ്ട ടൈപ്പ് ആൾക്കാരൊക്കെ നമ്മളെ ഇടയിലുണ്ട്. അവരാണ് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നയിക്കുക. അപ്പോൾ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെന്നും നിങ്ങളെ ചിറകിൻ്റെ താഴെ ജീവിക്കില്ല. അവർക്ക് ബാംഗ്ലൂർ പോകണവർക്ക് മൈസൂർക്ക് പോകണം, പലർക്കും പോകണം. അപ്പോൾ അടുത്ത സമയത്ത് ഒരു രക്ഷിതാവ് പറയണ്ടായി, മോൻ്റെ ഓരോ സെമ്മിലുള്ള മാർക്ക് ലിസ്റ്റ് ഇങ്ങനെ വരും, നല്ല മാർക്ക്, മോൻ്റെ ഫീസിൻ്റെ റെസിപ്റ്റൊക്കെ കറക്റ്റ് അയച്ചു കൊടുക്കും. അവസാനം മൂപ്പര് 2 ദിവസം ഒഴിവ് കിട്ടിയപ്പോൾ കോളേജ് ചെന്നപ്പോഴാണ് എഴുതിയ എല്ലാ സെമ്മിലും പൊട്ടിയ പേപ്പറുണ്ട്. വലിയ പൈസ മൂപ്പര് അയച്ചു കൊടുത്തതൊന്നും അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ മാർക്ക് ലിസ്റ്റ് അവൻ സ്വയം ഉണ്ടാക്കുന്നതാണ്. അവൻ കമ്പ്യൂട്ടറിൽ, ഇയാൾ നല്ല ഉന്നതനായ ഒരു അധ്യാപകൻ കൂടിയാണ്. ആ അധ്യാപകനെയാണ് ഈ മൊയന്താക്കണത് അല്ലേ. ടൈം ടേബിളിന് പൈസ വേണമ്മ ഏതൊരു കുട്ടി പണ്ട് പറഞ്ഞു. ആ ടൈപ്പ് മക്കളാണുള്ളത്. അപ്പോൾ ഈ മക്കൾക്ക് നമ്മൾ ശരിയായ ഒരു പാസ്വേഡ് ഹൃദയത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അവരെ നമുക്ക് എവിടേക്കും പറഞ്ഞേക്കാം. ആ പാസ്വേഡ് ഇട്ട് കൊടുക്കലാണ്, നേരത്തെ അത് പറഞ്ഞ പോലെ ആ പാസ്വേഡ് ഇട്ട് കൊടുക്കലാണ് ഈ കൂട്ടായ്മയിലൂടെ ചെയ്യുന്നത്. മാത്രമല്ല, അവൻ ഈ കൂട്ടായ്മൻ്റെ ഒരാളൊക്കെ ആയിട്ട് ക്യാമ്പസിൽ വരുമ്പോൾ പിന്നെ അവനെ
വേറെ ലീക്കാരും വിളിക്കൂല, ഓനതിന് കിട്ടൂല എന്നുള്ളൊരു ഒരു ബ്രാൻഡ് നെയിം വരും. പിന്നെ ഓനും അങ്ങനെ പോകാൻ പറ്റൂല, നീ ഇതിൻ്റെ കാളായിട്ട് ഇങ്ങനെ നടക്കുകയാണോ എന്നുള്ളൊരവസ്ഥ വരും. ഇപ്പം നമുക്കൊക്കെ ഒരുപാട്, നമ്മളൊക്കെ ക്യാമ്പസുകളിലൂടെ തന്നെ ദീർഘകാലം അവിടെ പോയി ഉറങ്ങി താമസിച്ച കാലമുണ്ട്. നമ്മളെ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക് ചേഞ്ചാണ് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറിയ കാലത്ത് ഒരു പക്ഷേ എത്രത്തോളം നടക്കുമെന്നറിയില്ല. അപ്പം ഒരു പയ്യൻ അവൻ ഹോസ്റ്റലിൽ സന്ദർശിച്ചപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, നിസ്കാരം പിന്നെ മുസല്ലയൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചോളൂ, ഇവിടെ നിസ്കാരം പള്ളിയിലൊന്നും പോകില്ലെന്ന് വെച്ച്. ഇങ്ങനെ നിങ്ങളുടെ കുട്ടിയോട് ഒരാൾ ചോദിക്കുക എന്നുള്ളത് ഈ കൂട്ടായ്മയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു തന്നു, കണ്ടില്ല നിങ്ങൾ കിടക്കണ്, വെള്ളമടിച്ച് കിടക്കണമൊക്കെ. യൂണിവേഴ്സിറ്റി പരീക്ഷ ഇന്നലെ തീർന്നതിൻ്റെ ഹാങ് ഓവർ തീർത്തതാണ്. ഇവിടെ വെച്ചെങ്ങനെ ഞാൻ മരിക്കേണ്ടിയെന്ന് ഞങ്ങളുടെ റഹ്മത്തിൻ്റെ മലക്ക് വരില്ല. അപ്പോൾ ഇവിടെ ഒരു സുന്നത്ത് നിസ്കരിക്കും, പള്ളിക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനായിട്ട് നടന്നു പോകും എന്ന് പറയണം. അപ്പോൾ ആ കുട്ടിയുടെ പാരൻസ് ആരും ആ കുട്ടീനെ പ്രഷർ ചെയ്യാണ്ടായിട്ടല്ല, നമ്മളെ മക്കളെ നമ്മൾ എത്ര ഉന്തി തള്ളി വിളിച്ചാലാണ് എണീക്കുക. ആ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ബോധം കിട്ടിയത് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഈ കൂട്ടായ്മയിൽ നിന്നാണ് ആ ഒരു ബോധം കിട്ടുന്നത്. ഇപ്പം എനിക്കറിയാം, നമ്മളെ സുഹൃത്ത് ഷമീൽ, അരീക്കോട് ഷമീൽ, അവർ തമിഴ്നാട്ടിലെ ഒരു IIT പോയിട്ട് അവിടുന്ന് വിളിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പാലക്കാട് പ്രൊഫ്കോണിൻ്റെ സ്പീച്ചിൽ ഷമീലിനെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കുന്നുണ്ട്. ആ സ്പീച്ച് കേട്ടാൽ അറിയാം. അവർ ചെന്നപ്പോൾ അവിടുത്തെ ഒഴിഞ്ഞൊരു പഴയൊരു കിച്ചണിൽ, ഒഴിവാക്കിയൊരു കിച്ചണിൽ സുബഹിക്ക് വിളിക്കേണ്ടവർ ഇവിടെ പേരെഴുതി വെക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ പേരുകൾ അവിടെ ഉണ്ട്. ഒരു പയ്യൻ ഇരുന്നിട്ട് എല്ലാവരും സുബഹിക്ക് വിളിക്കുകയാണ്. IITൻ്റെ ഉള്ളിൽ പള്ളിക്ക് ഓപ്ഷനുള്ളതുകൊണ്ട് അവിടെ അവസാനം ഔദ്യോഗികമായിട്ട് പള്ളി അവിടെ വന്നു. ഇതൊക്കെ ചെയ്യണത് ഇത്തരം കുട്ടികളാണ്, നമ്മളെ കുട്ടികളെ പോലത്തെ കുട്ടികളാണ്. ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ ചെന്നപ്പോൾ അവിടുത്തെ വളരെ പ്രസിദ്ധമായ ഒരു ക്യാമ്പസിൽ അവിടെ ഒരാൾ കൂടെ പോയി ചെന്നപ്പം അവിടെ ഇങ്ങനെ ഈ ഗർഭനിരോധന പിന്നെ ഉറകൾ അതിങ്ങനെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ വലിച്ചെറിഞ്ഞ് കിടക്കണതിൻ്റെ ശ്രദ്ധപ്പെട്ടു. ഞാനാകെ വണ്ടറടിച്ചു പോയി, അന്തം വിട്ടുപോയി. അപ്പോഴാണ് പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പോഴൊക്കെ കുട്ടികൾ ഒരു 5 വർഷത്തേക്ക് ഒരൊറ്റ സംവിധാനം ഉണ്ടാക്കലാണ്. പ്രഗ്നൻ്റ് ആവാതിരിക്കാനുള്ള സംവിധാനം പെൺകുട്ടികളാണ് ചെയ്തു വെക്കലാണ്. കാരണം ഇതൊക്കെ ലിബറലൈസ് ചെയ്യപ്പെട്ടു. ആർക്കും ഇതൊന്നും കല്യാണത്തിൻ്റെ ഒന്നും കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് മക്കളെത്തി. അപ്പോൾ നമ്മളെ ട്യൂഷൻ്റെ മേലത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഒക്കെ വരുമ്പോഴേക്ക് കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഇപ്പോൾ ഇൻസ്റ്റാ ഒക്കെ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയണില്ല പലരും. അപ്പോൾ ഇങ്ങനത്തെ കെണികളിൽ നിന്നൊക്കെ മക്കൾക്ക് പരിരക്ഷ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും കൂട്ടായ്മകളും ഇടപെടലുകളൊക്കെ വേണം. അതിന് ഗേൾസിന് പ്രത്യേക സംവിധാനമുണ്ട്, സ്റ്റുഡൻസിന് പ്രത്യേക സംവിധാനമുണ്ട്, പ്രൊഫഷണൽ കോളേജുകൾക്ക് പ്രത്യേകമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാറ്റിനുമുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും ബന്ധപ്പെടുത്താനും സാധിക്കും. പീസ് റേഡിയോയിൽ അന്വേഷിച്ചാൽ വിവിധ കോളേജുകളിലുള്ള ആളുകളൊക്കെ കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്നും കൂടിയും സാന്ദർഭികമായി പറയണം. ഓക്കെ താജുക്ക, ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട ഒരു സമയത്തിലെത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായൊരു കാര്യം കൂടി എനിക്ക് അവസാനം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു. പ്രബോധന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥി സമയത്ത് ഇതിൻ്റെ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചിരുന്നു. പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് ഈ പഠനത്തിൻ്റെ കാര്യത്തിൽ പരീക്ഷ വരാനായില്ലേ, പരീക്ഷയ്ക്ക് ഒരുങ്ങി തുടങ്ങിയോ എന്നുള്ളത് അധ്യാപകർ പറയുന്നതിൻ്റെ മുമ്പ് സംഘടനയിലെ നമ്മുടെ നേതൃത്വം ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന PSC പരീക്ഷകളെക്കുറിച്ച് രക്ഷിതാക്കൾ പറയുന്നതിന് മുമ്പ്, ഇപ്പോൾ ഉമ്മയും വല്യുമ്മയും ഉപ്പയൊക്കെ ഈ കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ള ആളുകളാണ്, അവരത് പറയാറുണ്ട്. പക്ഷേ അവർ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പരീക്ഷയ്ക്ക് എന്താ പഠിക്കാത്തത്, എന്താ ലീവ് എടുക്കാത്തത്, എന്താ ഒരുങ്ങിയിരിക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ നേരിട്ട് ചോദിച്ച് അതിലേക്ക് വലിയ മോട്ടിവേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും രക്ഷിതാക്കൾ ഈ പേപ്പർ ഒക്കെ മിസ്സായാലേ അവരെ വിജയിപ്പിക്കാൻ മാത്രം ഒരു ടീം വർക്ക് ഉണ്ടായിട്ടുണ്ട്, ശരിക്കും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ മക്കൾക്ക്, ഗർഭത്തിലിരിക്കുന്ന മക്കളെക്കുറിച്ച് ചോദ്യം ചോദിച്ച സഹോദരിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടർച്ചയായ ഓരോ വളർച്ചയിലും മക്കൾക്ക്, മുതിർന്നു വന്നാലുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കുമുള്ള അവസരങ്ങൾ ഈ കൂട്ടായ്മയിലുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. യൂട്യൂബിലും ഫേസ്ബുക്കിലും അതോടൊപ്പം പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലും നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അയക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.